ഹലോ, വെൽക്കം ടു വാച്ച് യം സ്റ്റോറി. ഇത് വിദ്യയാണ്. നമ്മളിന്ന് ഒരു എളുപ്പമുള്ള തായ് ഡിഷാണ് പൈനാപ്പിൾ ഫ്രൈഡ് റൈസ്. ഇത് ഞാൻ പല യൂട്യൂബേഴ്സും നോക്കിയിട്ട് ഒരു കോമ്പിനേഷൻ റെസിപ്പിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലോക്കൽ തായ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ടേസ്റ്റ് മിമിക് ചെയ്യാൻ ശ്രമിച്ചതാണ്, അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അത് എക്സാക്ട് സെയിം ടേസ്റ്റാണ്. ഭയങ്കര എളുപ്പമാണ്, പിന്നെ ഡെഫിനറ്റ്ലി നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഉണ്ടാക്കി വെക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ സ്കെഡ്യൂൾ കുറച്ച് മാറ്റമാണ്. ഇപ്പോൾ കുറച്ച് ആളായിട്ട് ഞാൻ സൺഡേ ആണ് പോസ്റ്റ് ചെയ്യുന്നത്, അതിന് പകരം മൺഡേ ആക്കാൻ പോവാണ്. എനിക്ക് സമയം കിട്ടുന്നില്ല വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ആ വീക്കെൻഡ് എനിക്ക് കാച്ചപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. സെയിം ടൈം പക്ഷേ മൺഡേ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമുള്ള കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു വലിയ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. വെയിറ്റ് നോക്കിയപ്പം ഇറ്റ്സ് അറൌണ്ട് 12 ounces അല്ലെങ്കിൽ 300 gram ഉണ്ട്. ഇത് 1 pound എടുത്താലും കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് ഇഫ് യു ലൈക്ക് ടു ഈറ്റ് മോർ ചിക്കൻ, നിങ്ങൾ ഫ്രൈഡ് റൈസിൽ യു ക്യാൻ ആഡ് മോർ, അത്രയേ ഉള്ളൂ. ഒരു 1.5 കപ്പ് ജാസ്മിൻ റൈസ് ഇതാണ്. ഐഡിയലി ഡേ ഓൾഡ് റൈസ് ആണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇത് എൻ്റെ അടുത്ത് ഡേ ഓൾഡ് റൈസ് ഇല്ല. ഇത് ഞാൻ കുറച്ച് മുന്നേ കുക്ക് ചെയ്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാസ്മിൻ റൈസ് ആണ് ഏറ്റവും ബെസ്റ്റ്. ആ തായ് കുക്കിങ്ങിൽ ജാസ്മിൻ റൈസ് ആണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ജാസ്മിൻ റൈസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി തന്നെ യൂസ് ചെയ്യാം. ഇത് 1 കപ്പ് അരിക്ക് 1 കപ്പ് and 2/3 വെള്ളം എന്നുള്ള കണക്കിൽ പ്രഷർ കുക്കറിൽ വേവിച്ചാണ്. ഇത് കുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റീം വരുമ്പം വെയിറ്റ് ഇട്ടിട്ട് മീഡിയത്തിലേക്ക് കുറച്ച് വയ്ക്കുക. എന്നിട്ട് 2 minutes, എക്സാക്ട്ലി 2 minutes അത് മതി കുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ ഡേ ഓൾഡ് റൈസ് അല്ല യൂസ് ചെയ്യുന്ന, ഫ്രഷ്ലി കുക്ക്ഡ് റൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പ്ലേറ്റിൽ പരത്തിയിടുക. അതിലെ വെള്ളം ഡ്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ദിസ് ഇസ് ആക്ച്വലി സ്റ്റിക്കി റൈസ്. തായ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സാധനം തന്നെയാണിത്. അപ്പൊ ഇതിന് പശ കുറച്ചുണ്ട്, ഒട്ടും ചെയ്യും. അപ്പൊ ആ പശ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ എയർ ഔട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ ഡേ ഓൾഡ് റൈസിന്റെ അതേ ഫീലിംഗ് കിട്ടും. പിന്നെ ആക്ച്വലി മീഡിയം സൈസ് കഷ്ണം റെഡ് ക്യാപ്സിക്കം, ഇത് ഓപ്ഷണലാണ്. ഇതൊരു 1/4 of a സ്മോൾ സവാള. അഗൈൻ ഇതും ഓപ്ഷണലാണ്. ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ലോക്കൽ റെസ്റ്റോറൻറ്റ് ഇടുന്ന സാധനങ്ങളാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഒരു പിടിയാണ് കാഷ്യൂ. അഗൈൻ ദിസ് ഇസ് കാഷ്യൂ പീസസ്. ഇഫ് യു ലൈക്ക് മോർ കാഷ്യൂ ഇൻ യുവർ ഫ്രൈഡ് റൈസ്, ആഡ് മോർ. ഞങ്ങൾക്ക് ഒരുവിധം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്ര എടുത്തേക്കുന്നത്. ഇല്ലെങ്കിൽ കുറച്ചാൽ മതി. 5 വലിയ ഗാർലിക്, 5 എരിവുള്ള പച്ചമുളക്. ഇതിൽ വേറെ എരിവൊന്നും ഇടില്ല നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് ഇതൊരു ശരിക്കും ഒരു ഹാൻഡ്ഫുൾ തായ് ബേസിലാണ്. തായ് ബേസിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. സാധാരണ ഇറ്റാലിയൻ ബേസിലല്ല, ഇങ്ങനത്തെ പേർപ്പിൾ പൂവുള്ള. നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് രാമതുളസി എന്നാണ് വിളിക്കുന്നത്. നല്ല മണമാണ്. ഒറിജിനലി ഇൻ തായ്ലാൻഡ് ഇതല്ല യൂസ് ചെയ്യുന്നത്. നമ്മുടെ വെള്ള തുളസിയില്ലേ, കൃഷ്ണ തുളസിയുടെ വെള്ള വേർഷൻ, അതാണ് ഹോളി ബേസിൽ തന്നെയാണ് തായ്ലാൻഡിൽ ഈ ഒരു ഫ്രൈഡ് റൈസിനും കുക്കിങ്ങിനും യൂസ് ചെയ്യുന്നത്. ഇതല്ല. പക്ഷെ നമുക്ക് തായ് ബേസിൽ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഇതാണ്. ഇതില്ലെങ്കിൽ സാധാരണ ഇറ്റാലിയൻ ബേസിൽ നമുക്ക് യൂസ് ചെയ്യാം. അതേ ടേസ്റ്റ് കിട്ടില്ല എന്നേ ഉള്ളൂ, ബട്ട് ദാറ്റ്സ് ഓൾസോ സബ്സ്റ്റിറ്റ്യൂട്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇത് പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് പൈനാപ്പിൾ ആണ്. ഇതിന് ചങ്ക്സ് യൂസ് ചെയ്യുന്നതാണ് ഭേദം. എൻ്റെ അടുത്ത് ഇപ്പോൾ ചങ്ക്സ് ഇല്ല, റിങ്സേ ഉള്ളൂ. അഗൈൻ 2 റിങ് യൂസ് ചെയ്താൽ മതി. ഞങ്ങളുടെ ഇവിടെ ബിജുവിന് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസിൽ. അപ്പം ഞങ്ങൾ 3 പീസസ് എടുക്കുന്നുണ്ട്. സോസസ് ഒക്കെ ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചിക്കൻ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം ഞാൻ ചിക്കൻ ബ്രസ്റ്റ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. അധികം വലിയ കഷ്ണം വേണ്ട, ചെറിയ ഫിംഗറിന് അത്രയും ഉള്ള സൈസ്. ഇത്തിരി ചെറിയ കഷ്ണമായാലും കുഴപ്പമില്ല, അധികം കട്ടിയില്ല. കണ്ടോ, അങ്ങനെ മുറിച്ചിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഇഷ്യൂ നമ്മൾക്ക് സാധാരണ വരുന്നത് വെച്ചാൽ ഭയങ്കര ഡ്രൈ ഔട്ടായി പോകും. ഇത് ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് ഒരു ട്രിക്ക്, ഇത് ഒരു തായ് യൂട്യൂബറാണ്, പേലൻ സ്കെച്ച് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നതാണ്, കുറച്ച് നാളെ കണ്ടിട്ട്. പുള്ളിക്കാരിയുടെ ടിപ്പാണിത്. ഡെഫിനറ്റ്ലി ഇറ്റ് വർക്ക്സ് റിയലി വെൽ. തീരെ ഡ്രൈ ഔട്ട് ആവൂല ഈ ഒരു ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉള്ള പരിപാടിയാണ് കേട്ടോ. മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ ലോ സോഡിയം സോയ് സോസ്, 1/4 ടീസ്പൂൺ ഷുഗർ. ഈ പഞ്ചസാര 1/4 ടീസ്പൂൺ ഇട്ടുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല, മധുരമൊന്നും വരുമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ട്രിക്ക്, അത് 1 ടേബിൾ സ്പൂൺ വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 minutes ഇത് വെക്കുക. ഈ വെള്ളം നമ്മൾ ആഡ് ചെയ്യുമ്പം ഈ മീറ്റിലേക്ക് ആ വെള്ളം അബ്സോർബ് ചെയ്തിട്ട് മീറ്റ് കുക്ക് ചെയ്യുമ്പം മീറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ പുറത്തേക്ക് പോയിട്ട് ഡ്രൈ ആയിട്ട് ആവില്ല. ബിക്കോസ് നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്തിട്ട് മീറ്റ് അത് അബ്സോർബ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഇത് അവിടെ 15 minutes ഒന്ന് ഇരുന്നോട്ടെ. ഇതിൻ്റെ സോസിന് ആവശ്യം 1.5 ടേബിൾ സ്പൂൺ ലോ സോഡിയം സോയ് സോസ്, 1 ടേബിൾ സ്പൂൺ ഫിഷ് സോസ്. ഞാൻ പണ്ട് പല തായ് ഇതിലും പറഞ്ഞിട്ടുണ്ട്. ദ ക്ലിയറർ ദ ഫിഷ് സോസ് ദ ബെറ്റർ ഇറ്റ് ഈസ് എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. 1 ടീസ്പൂൺ ഷുഗർ. ഇത് 1 ടീസ്പൂൺ ഫുള്ള് ഞാൻ എടുക്കുന്നില്ല, കുറച്ച് കുറവായിട്ടാണ് എടുക്കുന്നത്. മിക്ക ഏഷ്യൻ കുക്കിങ്ങിലും എരിവും മധുരവും പുളിയും ഒക്കെ ഒന്നിച്ചുള്ള ഒരു ടേസ്റ്റാണ്. അതിനാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. നമുക്ക് അധികം മധുരമൊന്നും തോന്നൂല. ബാക്കിയുള്ള സോസുകൾ വെച്ച് നോക്കുമ്പോൾ അതങ്ങ് ബാലൻസ് ചെയ്ത് പോകും ടേസ്റ്റ്.
ഇനി വേണ്ടത് 1/4 കപ്പ് ഓയിസ്റ്റർ സോസ്. ഞങ്ങൾ ഉപ്പ് വളരെ കുറച്ചാണ് യൂസ് ചെയ്യുക, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഉപ്പ് കുറച്ചും കൂടി കൂടുതൽ ഉണ്ടെങ്കിൽ ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പം ഈ സോസിലൊക്കെ ഉപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ സോയ സോസ് യൂസ് ചെയ്യാം, ബിക്കോസ് അതിൽ ഉപ്പ് കൂടുതലാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ വിനിഗർ, ചില്ലി വിനിഗർ ഉണ്ടെങ്കിൽ ചില്ലി വിനിഗർ യൂസ് ചെയ്യാം. ഇത് ഞാൻ പണ്ട് എടുത്തിട്ട് കുറച്ച് വിനിഗർ ബാക്കി വന്നതിൽ കുറേ പച്ചമുളക് മുറിച്ചിട്ടാണ്, അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ ചില്ലി വിനിഗറാണ്. ഒരു 1/4 ടീസ്പൂൺ എടുക്കുന്നുള്ളൂ കേട്ടോ. അതിൽ കൂടെ ആണെങ്കിലും പുളിയായി പോകും. എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഗാർലിക്കും പച്ചമുളകും ചതച്ചെടുക്കാം. നല്ല പേസ്റ്റ് ഒന്നും ആക്കണ്ട, നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ചതച്ച് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് വലിയ വലിയ കഷ്ണം ഗാർലിക്കും പച്ചമുളകും കടിക്കാൻ കിട്ടാൻ പാടില്ല, അതുകൊണ്ടാണ് ചതച്ച് വെച്ചേക്കുന്നത്. അത്രയേ ഉള്ളൂ. ഞാൻ സവാളയും പെപ്പേഴ്സും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത്ര ഫൈനൊന്നും ആക്കേണ്ടതാ, ഇങ്ങനത്തെ കഷ്ണമായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പൈനാപ്പിളും ഇങ്ങനത്തെ ചങ്ക്സ് ആക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പാനിൽ എന്തോ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും കംപ്ലീറ്റ് സ്റ്റെയിൻ വന്നു ഇതിൻ്റെ മുകളിൽ. എന്താ അറിയില്ല, അതാണ് ഈ ബ്രൗൺ കുത്ത് കാണുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഇത് വഴറ്റാൻ വേണ്ടി മാത്രം. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഗാർലിക്കും പച്ചമുളകും ആ ഉള്ളിയും കൂടി ഇട്ട് വഴറ്റാണ്. അധികം നേരമൊന്നും വഴറ്റണ്ട, തീയെ മീഡിയത്തിലാണ്. അഗൈൻ ദിസ് ഇസ് മൈ ബിഗ്ഗസ്റ്റ് ബേണർ. അപ്പം നല്ല ചൂടുണ്ട്. ഇതൊരു 3/4 ആയിട്ട് മുരിഞ്ഞ് വരുമ്പം കരിക്കാൻ പാടില്ല നമ്മൾ ഗാർലിക്ക്. ഇപ്പോൾ ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്യുമ്പം ആ പ്ലേറ്റിൽ വെള്ളം പുറത്തേക്ക് ഊർന്നൊന്നുണ്ടാവും, അത് ആഡ് ചെയ്യാൻ പാടില്ല, ചിക്കൻ മാത്രം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തീ ഇത്തിരി കൂട്ടി വെക്കാം കേട്ടോ. തീ മീഡിയത്തിൻ്റെ ഹൈൻ്റെ ഇടയിലാണ്. ഇങ്ങനെ കുറച്ച് നേരം കിടക്കട്ടെ, ഇടക്കിടക്ക് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട. ഒരു സൈഡ് കുക്കാക്കി കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ സൈഡ് ഇളക്കിടാം. അപ്പം നമ്മൾ ഇട്ട സൈഡിൽ നിന്ന് കളർ മാറിയിട്ടുണ്ട്. അത് നമുക്ക് പതുക്കെ അതിനെ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡിലെ പിങ്ക് കളറും മാറി വെളുത്ത് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെറുതായിട്ട് തിന്നായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ അധികം, ഞാൻ പറഞ്ഞ പോലെ അത്ര അധികം തിന്നല്ല, ഇത് അധികം നേരമൊന്നും എടുക്കില്ല, ഒരു 5 മിനിറ്റ്സ് എടുക്കുകയുള്ളൂ. അഗൈൻ നമുക്ക് ആ പിങ്ക് കളർ മാറണം. ഞാൻ ഇത് ഡണ്ണായി നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കഷ്ണം മുറിച്ച് വെക്കും, അപ്പോൾ മനസ്സിലാവും ആ പിങ്ക് കളർ ഇല്ലെങ്കിൽ കുക്കായിനാണ് അർത്ഥം. ഇതിപ്പോൾ കണ്ടോ, ഈ സൈഡൊന്നും കുക്കായിട്ടില്ല, അപ്പോൾ അത് മറിച്ചിടണം. ഞാൻ പാരലി സൈഡിൽ ഒരു പാനിൽ കാഷ്യൂ വറുത്തെടുക്കുകയാണ്. ഇതിപ്പോൾ കാഷ്യൂ കുറച്ച് കുക്കായി, ഫുള്ളായിട്ടില്ല കേട്ടോ, പകുതിയാണ് സ്റ്റേജിൽ. ഞാൻ ക്യാപ്സിക്കം അതിലേക്ക് ആഡ് ചെയ്യാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് കുക്ക് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സിക്കം അധികം അതിൻ്റെ ഉള്ളിൽ കിടന്ന് ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വെന്തടിഞ്ഞ് സോഫ്റ്റായി പോകും. ഇത്തിരി ക്രഞ്ചി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഈ കാഷ്യൂ മാറ്റാമെങ്കിൽ മാറ്റാം. കാഷ്യൂ ബ്രൗൺ ആയിട്ട് അറിയാം. ഞാൻ തീ കുറച്ച് വെക്കാൻ പോവാണ്, കരിക്കാൻ പാടില്ല നമ്മൾ. ഇതിപ്പോൾ കുറച്ച് ഇനി നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെയും കുക്കാവും, അതുകൊണ്ട് ഫുള്ള് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ക്യാപ്സിക്കം. ഇതിലേക്ക് കുറച്ച് പൈനാപ്പിളും കൂടി ആഡ് ചെയ്യാം. എന്താ വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിളിന് നമ്മൾ ആ കാരമലൈസ് ചെയ്യില്ലേ കുറച്ച് ചൂട് വരുമ്പോൾ, അപ്പം നല്ല സ്വാദാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈനാപ്പിളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ തീ വളരെ കുറവാണ്, ജസ്റ്റ് എനിക്കൊന്ന് ആ പൈനാപ്പിൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാഷ്യൂ നിങ്ങൾക്ക് എടുത്ത് മാറ്റിയിട്ട് ഇട്ടാൽ മതിയായിരിക്കും. ദാറ്റ് മൈറ്റ് ബി എ ബെറ്റർ ഓപ്ഷൻ ദാൻ ഡൂയിങ് ദിസ്. അല്ലെങ്കിൽ ഭയങ്കര കെയർഫുൾ ആയിരിക്കും. ഞാൻ കാഷ്യൂ ഒക്കെ സൈഡിലേക്ക് വെച്ചേക്കാണ്, അത് കരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് കേട്ടോ. നമുക്ക് ചിക്കൻ ചെക്ക് ചെയ്യാം. ചിക്കനിന് വെള്ളം കുറേ വന്നിട്ടുണ്ട്. ഞാൻ തീ ഹൈയിലേക്ക് വെക്കാൻ പോവാം വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട്. ചിക്കനിലേക്ക് വെള്ളം കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ചൂടിലും ആ ക്യാപ്സിക്കം കുറച്ചും കൂടി കുക്കാവും. ചിക്കൻ നോക്കട്ടെ. ഐ തിങ്ക് ഇറ്റ്സ് ഡൺ. ചിക്കൻ വെന്തു. മുറിച്ച് വെക്കുമ്പോൾ എളുപ്പത്തിൽ മുറിയുന്നുണ്ട്. ഈ വശം എളുപ്പത്തിൽ മുറിയുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സോസാണ് നേരത്തെ. തീ നമുക്ക് കുറയ്ക്കാം, മീഡിയത്തിലേക്ക് കൊണ്ടുവരാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ചെയ്യാൻ വെച്ച ചോറ് കുറേശ്ശെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ പകുതി ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ തീ ഇനി തിരിച്ച് ഹൈയിലേക്ക് കൊണ്ടുവരാം. ബിക്കോസ് ഈ ചോറ് ചൂടാവും വേണം, ചോറ് ഇത്തിരി മൊരിയവും വേണം. ഓക്കെ, ബാക്കി ഈ ചോറ് കൂടി നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. സ്റ്റിക്കി റൈസ് അല്ലേ, അത് കാരണം കുറച്ച് ക്ലമ്പായി കിടക്കുന്നുണ്ട് ചോറ്. അതൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാണ്. പറഞ്ഞ പോലെ ഹൈയിലാണ് ഹീറ്റ് വയ്ക്കുന്നത്.
ആ സോസൊക്കെ റൈസ് അബ്സോർബ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് റൈസ് അബ്സോർബ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി പിന്നെ ഒട്ടിയിരിക്കുകയായിരിക്കും. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഇറ്റ് മീൻസ് ആദ്യം നമ്മൾ അധികം എണ്ണ തീരെ ഒഴിച്ചിട്ടില്ല കേട്ടോ. വഴറ്റാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാനൊരു 2 ടീസ്പൂൺ എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് തായ് ബേസിൽ ഒക്കെ ഞാൻ മുറിക്കുന്നൊന്നുമില്ല, കൈ വെച്ചിട്ട് ഒട്ടിച്ചിടുകയാണ്. ഈവൻ ഇങ്ങനെ കടയപ്പാട മുകളിലൊക്കെ അതും ഇടാം കേട്ടോ. നല്ല സ്വാദാണ് അതിൻ്റെ സ്റ്റെമ്മിന്. തീ ഇപ്പോഴും ഹൈയിലാണ്. കുറച്ച് അടി പിടിക്കാൻ തുടങ്ങി. കാരണം ഞാൻ മീഡിയത്തിലേക്ക് കുറച്ചുകൊണ്ടാണ്. അടി പിടിക്കുന്നത് നല്ലതാണ്. ഈ റൈസും പൈനാപ്പിളൊക്കെ കാരമലൈസ് ചെയ്യും. അപ്പോൾ തായിൽ സ്റ്റിക്കി റൈസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അരി നമ്മൾ ഇന്ത്യൻ ഫ്രൈഡ് റൈസ് പോലെ വിട്ട് നിൽക്കില്ല, ഒട്ടി തന്നെ ഉണ്ടാവുക. എല്ലാം ഞാൻ കുറേശ്ശെ ബേസിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ബിക്കോസ് എല്ലാ ഭാഗത്തും അതിൻ്റെ ആ ഒരു ഫ്ലേവറും മണവും കിട്ടാനായിട്ടാണ് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് എല്ലാം മുരിഞ്ഞ് വന്നിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇടക്കിടക്ക് മിക്സ് ചെയ്യുന്നില്ല. കണ്ടോ, ഇപ്പോൾ ചിക്കനും മുരിഞ്ഞു വന്നു, പൈനാപ്പിൾ ആ സൈഡിൽ നിന്ന് മുരിഞ്ഞു വന്നു. കണ്ടോ, ചോറും കുറച്ച് സ്ഥലത്തൊക്കെ മുരിഞ്ഞു വന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ദിസ് ഇസ് ഡൺ. വി ക്യാൻ സ്വിച്ച് ഓഫ് ഫ്രം ദ ഹീറ്റ്. ഇത് ടിപ്പിക്കലി ഒരു ഫ്രൈഡ് എഗിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുക. ഫ്രൈഡ് എഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എണ്ണയിൽ ലിറ്ററലി വറുത്തെടുക്കുന്ന ഫ്രൈഡ് എഗ് ആണ് തായ് ഫ്രൈഡ് എഗ്. അതില് മുട്ട ബുൾസൈ പോലെ മറിച്ചിടില്ല. എണ്ണ യോക്കിന്റെ മുകളിലേക്ക് പിന്നെയും ഒഴിച്ചുകൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുക, ചൂടെണ്ണ. അങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഫ്രൈഡ് എഗ് ഇഷ്ടമല്ല. എനിക്ക് യോക്ക് നന്നായിട്ട് വേവണം. അപ്പം ഞാനത് ഫ്ലിപ്പ് ചെയ്യും. ഞാൻ തെറ്റായ രീതിയിൽ ഫ്രൈഡ് എഗ് ഉണ്ടാക്കിയോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാണ്ടിരുന്നത്. ഭയങ്കര എളുപ്പമല്ലേ, കണ്ടില്ലേ? വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. ലൈക്ക് എ സെഡ്, തായ് ഫ്രൈഡ് റൈസ് സ്റ്റിക്കിനെസ് ഉണ്ടാവും. ഇന്ത്യൻ ഫ്രൈഡ് റൈസ് പോലെയല്ല ചോറിന്. ബിക്കോസ് നമ്മൾ ജാസ്മിൻ റൈസ് സ്റ്റിക്കി റൈസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് കറക്റ്റ് 2 സെർവിങ്ങിന് ഉള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പം ഡെഫിനറ്റ്ലി ടേസ്റ്റ് ഇസ് റിയലി ഗുഡ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ഞാൻ പറഞ്ഞ പോലെ ചൂടോടെ കഴിക്കാനാണ് ഇത് ഏറ്റവും നല്ലത്. അപ്പോൾ അടുത്ത ആഴ്ച വേറെ വീഡിയോ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. മൺഡേ.